ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി തിരച്ചിൽ ഉടൻ ആരംഭിക്കും. ഗംഗാവലിപ്പുഴയിലെ തിരച്ചിലിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ സോണാർ സംവിധാനം ഉപയോഗിച്ച് ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ ശ്രമം. നേവിയുടെ തിരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന കുടുംബം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ വിദഗ്ധ സംഘമെത്തും. മുണ്ടക്കൈ ചൂരൽമല മേഖല ജനവാസയോഗ്യമോ എന്നതിൽ പരിശോധന. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള ജനകീയ തെരച്ചിൽ തുടരുന്നു. പരിശോധന വനത്തിലും ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്ന ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യതയുടെ ലംഘനമെന്ന് ഹർജിക്കാരൻ. സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സർക്കാരും വനിതാ കമ്മീഷനും. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്ന്. വെള്ളി മെഡൽ പങ്കുവെക്കണമെന്ന ആവശ്യം. അന്താരാഷ്ട്ര കായിക കോടതിയുടെ വിധി ഇന്ത്യൻ സമയം രാത്രി 9:30. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിൽ പങ്കില്ലെന്ന് അമേരിക്ക. ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ അമേരിക്കയെന്ന വാർത്താ വസ്തുത വിരുദ്ധമെന്ന് വൈറ്റ് ഹൌസ്. നടപ്പായത് ജനങ്ങളുടെ തീരുമാനമെന്നും പ്രതികരണം. അമേരിക്കയ്ക്കെതിരെ ഷെയ്ഖ് ഹസീന പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് കുടുംബം.